മുഗൾ ചക്രവർത്തിമാരുടെ പ്രൗഢി വിളിച്ചോതുന്ന ആഗ്ര ഫോർട്ട്. ഫത്തേപൂർ സിക്രിയിലെ ഫസ്റ്റ് ഫോർട്ട് നിർമ്മിച്ചതിനു ശേഷം അക്ബർ ചക്രവർത്തി ജലക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ആഗ്ര പട്ടണത്തിൽ, അതായത് യമുന നദിയുടെ തീരത്ത് തീർത്ത കോട്ടയാണ് ആഗ്ര ഫോർട്ട്. അതിനുശേഷമാണ് അതേ മാതൃകയിൽ ഡൽഹിയിൽ റെഡ് ഫോർട്ട് ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വിശേഷങ്ങൾ ആഗ്ര ഫോർട്ടിന്റെ. അപ്പൊ നമ്മള് ഇന്നലെ താജ്മഹലൊക്കെ കണ്ട് റെസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പൊ ഇന്ന് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാണ്. അപ്പൊ കോട നിറഞ്ഞ് മഞ്ഞ് നല്ല തണുത്ത പ്രഭാതം ഉണ്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയാലുണ്ടോ. ഇന്ത്യൻ നിഹാരി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ആഗ്ര ഫോർട്ടിലേക്കാണ് പോകുന്നത്. ആൾക്കാർ രക്ഷിക്കാട്ടോ, പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടമഞ്ഞാട്ടോ റോട്ടിലൊക്കെ. ഞങ്ങളുടെ ചെലവ് ചുരുക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെറിയ വല്ല കടകളോ അന്വേഷിച്ചെടുക്കണ്ടോ. ഇവിടത്തെ പശുക്കൾക്കോ കാളകൾക്കോ പോത്തുകൾക്കോ ഒന്നും റോഡിലിറങ്ങാനോ വണ്ടിയിലൊന്നും ഒരു പേടിയില്ല കേട്ടോ. ആഗ്രയില് ഞങ്ങൾ ഇന്നലെ ഭാഗ്യത്തിന് അവിടുന്ന് തട്ടാൻ മതി. ഞങ്ങൾ ഭാഗ്യത്തിന് ഇന്നലെ താജ്മഹൽ കണ്ടു തീർത്തു വൈകുന്നേരം. ഇന്ന് കാലത്തെങ്ങാനും താജ്മഹൽ കാണാൻ പോയിതേ ഇതിങ്ങനെ വണ്ടി വന്നേനെ പോകായിട്ട് അങ്ങോട്ട് നോക്കി. എന്റെ പൊന്നെ, ഇപ്പൊ ഇവിടെ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് അടിക്കാം. ഇത് മതി, ഇത് മതി. ബ്രെഡ് ഓംലെറ്റ് ടീമിലെ എന്നിട്ടറിയാം പേസ്ട്രിയാണ്. आज बनाए हैं क्या? आज बनाए कल? इन्नले അത് നോക്കണ്ട. वो स्वीट वाले हाँ क्या स्वीट वाले नहीं है ना? उसका टेस्ट कौन सा स्वीट और ഉരുളക്കിഴങ്ങ് മേടിച്ചോട്ടോ. ഓക്കെ, എഗ് ദേ ദോ. ഈ നോർത്ത് ഇന്ത്യൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവര് ബ്രേക്ക്ഫാസ്റ്റ് ഇവർക്ക് ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ ഒട്ടമാരി അപ്പം, കടലക്കറി, പുട്ടുമുട്ട, ഇടിയപ്പം, താറാവറിന്നും അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല. അവിടെ ഒരു സമയം കഴിഞ്ഞപ്പോൾ പൊറാത്തയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് കാലത്ത് കിട്ടുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു കണക്കിന് ഭക്ഷണം കഴിച്ചിട്ട് ആഗ്ര ഫോർട്ടിലേക്ക് വേണ്ട. അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആഗ്ര ഫോർട്ടിലേക്ക് വേണ്ടോ. അപ്പൊ ആഗ്ര ഫോർട്ടിലേക്ക് പോകുമ്പോൾ തന്നെ അതിന്റെ മുൻവശത്തായിട്ട് നമ്മുടെ മറാത്ത രാജാവ് ശിവജിയുടെ ഒരു പ്രതിമ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഔറംഗസീബിന്റെ കാലത്ത് ഈ ശിവജിയായിട്ടായിരുന്നല്ലോ കംപ്ലീറ്റ് അടി. അപ്പൊ അതിന്റെ പ്രതീകമായിട്ട് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു ജംഗ്ഷനിൽ തന്നെ ഒരു ശിവജിയുടെ പ്രതിമ. അത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പാട്ടോ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം ആഗ്ര ഫോർട്ടിലേക്ക് കയറാനായിട്ട്. നല്ല തിരക്കാട്ടോ, വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല ജനമാണ്. ഫോർട്ടിലേക്ക് കയറുന്നതിന്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പൊ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കോട്ടയൊക്കെ കാണുന്ന നമ്മളിലെ അമർ ചിത്രകഥയിലൊക്കെ നമ്മൾ കോട്ടകൾ ഇങ്ങനെ അതിശയോക്തിയോട് കാണൂലേ. അപ്പൊ അത് സത്യത്തിൽ അങ്ങനെ തന്നെയാണെന്നുള്ളത് നേരിട്ട് വന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ബാഹുബലി സിനിമയിലൊക്കെ കാണുന്ന ആ സെറ്റൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡൽ കിട്ടിയെന്നൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കോട്ടകൾ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അത് ഒരു 10 നില കെട്ടിടത്തിൻ്റെ ഒക്കെ ഹൈറ്റിലാണ് അതിൻ്റെ ആ ഒരു പീരങ്കിയൊക്കെ വെക്കുന്ന ആ ഒരു ഏരിയയൊക്കെ ഇരിക്കുന്നത്. കവാടത്തിൻ്റെ അവിടെ എത്തിയിട്ടോ, ഭീകര കവാടമാണ്. ഇത് 16th സെഞ്ചുറിയിലൊക്കെ ഈ ഒരു സംഭവം അക്ബർ ചക്രവർത്തി പണിയുമ്പോൾ ഇത് കംപ്ലീറ്റ് റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള പണികളാണ് കേട്ടോ. ഈ വൈറ്റ് മാർബിൾ വെച്ചിട്ടുള്ള ഇതിന്മേലുള്ള പിന്നീട് വന്ന ഡെക്കറേഷൻ പണിയൊക്കെ ഷാജഹാന്റെ കാലത്തും ഒക്കെ ഉണ്ടായതാണ്.
ഷാജഹാനൊക്കെ അല്ലേ? ഇത് ലാസ്റ്റോട് റൂൾ ചെയ്തുകൊണ്ടിരുന്ന ആരാ? ഔറംഗസീബ് തന്നെ. ഔറംഗസീബ് തന്നെയാണല്ലേ? പുള്ളിയാണ് ഇവിടെ അതാണ് ചെരിച്ചിട്ടാണല്ലേ? ഫത്തേപൂർ ശേഷം അക്ബർ പണിത കോട്ടയാണ്. ഇവിടെ ഇരുന്നാണ് ഷാജഹാൻ താജ്മഹൽ പണിതത്. ആദ്യം ശരിക്ക് അക്ബറാണ് കോട്ട പണിതെങ്കിലും ഷാജഹാനാണ് ഇവിടെ ഭരണം നടത്താനായിട്ട് ഏറ്റവും കൂടുതൽ സമയം കിട്ടിയൊരു രാജാവ് എന്ന് പറഞ്ഞാൽ. ഈ അക്ബർ ചക്രവർത്തിയുടെ കാലത്തിന് ശേഷം ജഹാംഗീർ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പ്രത്യേകിച്ച് വേറെ ഒരു ഇതിന്റെ മീതെ വലിയ ഡെക്കറേഷൻ ഒന്നും പണിതിട്ടില്ല. അപ്പൊ ജഹാംഗീർ കൂടുതലും മുമ്പുണ്ടായ ഹുമയൂൺസ് ടോംബ് പോലെയുള്ള സംഭവത്തിലൊക്കെ കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ചരിത്രങ്ങളാണ് നമുക്ക് അറിവുള്ളൂ. അതിനുശേഷം ഷാജഹാന്റെ കാലത്ത് തന്നെയാണ് ജഹാംഗീറാണ് പൂർണ്ണമായിട്ടും ഇവിടെ ഭരണം നടത്തിയ ഒരു രാജാവ്. പിന്നീട് ഷാജഹാനാണ് ഒരു കൂടുതലും പേര് കേട്ട പ്രവർത്തനങ്ങൾ നടന്നത്. കാരണം ഇവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം താജ്മഹൽ തന്നെ പണിയുന്നത്. ലോകാത്ഭുതമായ താജ്മഹൽ പണിയുന്നത് ഈ കോട്ടയിൽ ഇരുന്നുകൊണ്ടാണ്. പണിഷ്മെന്റിന് വേണ്ടി ആരെങ്കിലും ദൈവം അയാൾ കൊണ്ടുപോയി മുതലുകൾ തിന്നുക. അപ്പൊ അത് കണ്ടിട്ട് വേണം രാജാവിന്റെ അടുത്ത് വന്ന് അഭ്യാസം പറയാനോ കള്ളത്തരം പറയാനോ. സ്റ്റെപ്പ് ദിവാനിയാം. അപ്പൊ ഇതിലെ മുതലക്കുളം താണ്ടി വേണം രാജാവിന്റെ അടുത്ത് എത്താൻ. കാണാൻ വരുമ്പോ രാജാവിനെ കാണാൻ വരുമ്പോൾ ഇത് കണ്ടിട്ട് വേണം പോകാൻ. ഇതിനകത്ത് ടണലൊക്കെ ഉണ്ട് അങ്ങോട്ട്. ഓഹോ, ഇതാണ് പൈസ ഇതിനകത്ത് ടണലുണ്ടല്ലേ അങ്ങടേക്ക്? ആ ചത്ത് കുറച്ചു നേരം അംശം കിട്ടാണെങ്കിൽ പഠിച്ചിട്ടുണ്ട്. ഒരു 2 ഭാഗം നമ്മൾ കാണുന്ന 1 ഭാഗമേ കാണുന്നുള്ളൂ. ബാക്കി ഏരിയ എല്ലാം കവേർഡാണ്. പിന്നെ എങ്ങനെ മിലിറ്ററി അണ്ടറിലൊക്കെയാണ്. പിന്നെ കൊട്ടാരങ്ങളാണെങ്കിൽ തന്നെ 500 കൊട്ടാരത്തിലധികം ഉണ്ടായിരുന്നു ഇവിടെ. അതെല്ലാം പിന്നെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം തകർത്ത് വന്ന. ഓഹോ, അവരുടെ ഒരു ജനറൽ അണ്ണാൻ കയ്യിലെടുത്താ കയ്യിലുള്ളത്. ഈ ആളുകളെ കണ്ടേ അത് അവിടെ തിന്നാൻ കിട്ടിയല്ലോ. അപ്പം നമ്മള് ഇവിടെയും ഒരു ടോംബൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ദിവാനി ഹൈസ് എന്ന് പറഞ്ഞാൽ ആ രാജാക്കന്മാർ തീരുമാനമെടുക്കുന്ന ആ സ്ഥലമാണ്. ഈ സെയിം തന്നെ അവിടെ ഉണ്ടല്ലേ? ഇങ്ങനെ തന്നെ സെയിമാണ്. ഇത് കണ്ടില്ല, ഇത് ചുവന്ന കല്ല് തന്നെയാണ്. ഇത് കുമ്മായം അതിന് മണ്ടയ്ക്ക് അടിച്ചിരിക്കുന്നത്. ചുവന്ന കല്ല് തന്നെയാണ്. അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി അവിടെ രാജാവ് മുകളിൽ ഇരിക്കും, താഴെ മന്ത്രി ഇരിക്കും. രാജാവ് മന്ത്രിയോട് പറയും എന്താണ് ജനങ്ങളുടെ ആവശ്യം, എന്താണ് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഓർഡർ ഇടും. അപ്പോൾ അത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അത് മാർബിളിൻ്റെ പ്രതിനിധികളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, മാർബിളിൻ്റെ ഒരു പീഠമാണ്. അതിനകത്ത് ഇത് ജസ്റ്റ് മന്ത്രിക്ക് ഇരിക്കാനുള്ളതാണ്. അവിടെ ശരിക്കും ഷാജഹാന്റെ കാലത്ത് ഇവിടെ ഭരണം നിർവഹിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ദാരാഷക്കു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മൂത്തപുത്രനാണ്. പക്ഷെ ഔറംഗസീബ് 3ാമനാണ്. പക്ഷെ അദ്ദേഹം കുറച്ചും കൂടി ശൗര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. പുള്ളിന് ഡെക്കാൻ ഏരിയ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ പുള്ളി ഇവിടെ വന്ന് ദാരാഷക്കോവിനെ വധിക്കുകയും മറ്റു സഹോദരനെ കൂട്ടുപിടിച്ചിട്ട് അദ്ദേഹം ഷാജഹാനെ തടവറയിലാക്കിയിട്ടാണ് ഇവിടെ ഭരണം നിർവഹിച്ചത്. അവർക്ക് മുഴുവൻ പിന്നെ അവരുടെ ആഭരണങ്ങൾ, പിന്നെ അതുപോലെ പെർഫ്യൂംസ് ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചായിരുന്നു വിൽക്കുന്ന ആൾക്കാർ. അത് പേർഷ്യനാണ് മോസ്റ്റ്ലി വരുന്നത്. ഇറാൻ, അഫ്ഗാനിസ്ഥാനോട്ട് നിന്നൊക്കെ അതിവിടെ വെച്ചിട്ടാണ് മീനാ ബസാർ എന്നാണ് അതിന് പറയുന്നത്. അപ്പം ഈ സ്ത്രീകളൊന്നും പുറത്ത് പോകില്ലല്ലോ. അവരപ്പോൾ ഇവിടെ വരുന്നാലും അതെല്ലാം പർച്ചേസ് ചെയ്യുന്നത് മീനാ ബസാർ എന്നാണ് ഈ പറയുന്നത്. 1938 പണി. അതിന് മുമ്പ് ഇത് പണിയുമ്പോൾ അന്ന് വരെയും നമ്മുടെ ഇന്ത്യയിൽ എന്നും ഈ റൂഫ് മാർക്കറ്റുകളില്ല. ആദ്യമായിട്ട് റൂഫ് മാർക്കറ്റ് പണിയുന്നത് അവിടെയാണ്. എങ്ങനെ മീന മസ്ജിദ് പള്ളി
അപ്പൊ സ്ത്രീകൾക്ക് മാത്രം വന്നു സ്ക്രീൻ അവിടെ? എല്ലാവർക്കും സ്ത്രീ. ആ ഓക്കെ ഓക്കെ. അവർക്ക് റോയൽ ഫാമിലിക്ക് വേണ്ടിയുള്ള മസ്ജിദാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സ്ത്രീകൾ അതിന്റെ അതുപോലെ അങ്ങേ സൈഡിൽ സ്ത്രീകളുടെ താമസിക്കുന്ന ഏരിയ. ഓക്കെ. അസ്സലാം. പ്രൈവറ്റ് വീട്ടിൽ ആ നമ്മളെല്ലാം അവിടെ കണ്ടത്. ഓ ഓ ഓ ഓ. ഡിപ്ലോമാറ്റിക് ഏരിയ ആണല്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് മന്ത്രിമാരായുള്ള മീറ്റിംഗ് കാര്യങ്ങളൊക്കെ. ആ ആ. പിന്നെ കോഹിനൂരത്വങ്ങളും ഉള്ള ഇതെല്ലാം പോകും. ഓ ഓ ഓ ഓ ഓ. ഇത് ഈ ഡയറക്ഷനാണ് താജ്മഹൽ. ആ ആ വ്യൂ ഇല്ല ഇപ്പോൾ. ആ ഫോഗ് കാറുണ്ട്. ഫുൾ ഫോഗാട്ടോ. അതാറുണ്ട് നമുക്ക് ലോങ്ങിൽ താജ്മഹൽ ശരിക്കും ഇവിടെ നിന്ന് കാണുന്നതാണ്. അപ്പോൾ ഷാജഹാൻ ഈ മണ്ഡപത്തിലേക്ക് ഇരുന്നിട്ടായിരിക്കുള്ളൂ താജ്മഹലിൻ്റെ പണി അവിടെ നടക്കുന്നത്, വീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഈ കോട്ടയുടെ ഭരണം കൂടുതലും അക്ബർ ചക്രവർത്തിയും ഷാജഹാൻ ചക്രവർത്തിയും അതുപോലെ ഔറംഗസീബും ആണ് നടത്തിയെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഷാജഹാന്റെ പിതാവായ അക്ബറിന്റെ പുത്രനായ ജഹാംഗീറിനെ ഇവിടെ അത്രത്തോളം ഭരണത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് ചെറുപ്പകാലമായിരുന്നു ഇവിടെ. അദ്ദേഹം ചെറുപ്പത്തിൽ ജനിച്ച് വളർന്ന് പൊളിക്ക് ഈ കോട്ടയിലേക്ക് വരികയും ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ബാല്യകാലമാണ്. അയാൾക്ക് ഭരിക്കാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിൻ്റെ മരണശേഷം ജഹാംഗീറിന് ഇവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം അധിനിവേശങ്ങളും. ആ ഇതിലേക്ക് വെള്ളം കയറും അല്ലേ? കയറ്റും. അങ്ങ് അകലെ ഒരു പാലം കാണാട്ടോ. ആ പാലം കോട കാരണമുണ്ട്. ഓ ഇവിടുത്തെ സിംഹാസനം ബ്രിട്ടീഷുകാർ അടിച്ചുകൊണ്ട് പോയി അല്ലേ? ഈ ബ്ലാക്ക് സ്റ്റോൺ വെച്ചാണ് പുള്ളി എവനയുടെ മറുതീരത്ത് ബ്ലാക്ക് കളർ താജ്മഹൽ പണിയാൻ മതി. ഓഹോ. ഓ അതുകൊണ്ട് തീർത്തെങ്കിൽ അതൊരു വലിയ സംഭവം ചരിത്രം. അതിപ്പോ തന്നെ ചരിത്രമായി. ഇത് മീനാ മസ്ജിദ്. ഓ മസ്ജിദ് അല്ലേ? മീനാ മസ്ജിദ് ആദ്യത്തെ നടത്തുന്നത് മീനാ മസ്ജിദ്. ഓ മറാത്തകളുടെ അധിനിവേശങ്ങൾ, സിഖിന്റെ അധിനിവേശം, അങ്ങനെ ഷേർഷാ പോലുള്ള ഗിൽജി രാജവംശത്തിന്റെ സുൽത്താനേറ്റുകളുടെ അധിനിവേശത്തിന്റെ സമയത്തൊക്കെ അദ്ദേഹം അവിടെ നാടുകടത്തപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അദ്ദേഹം ഹിന്ദു രാജാക്കന്മാരുടെ സഹായത്തിലൊക്കെയാണ് വീണ്ടും തിരിച്ചു വന്ന് ഈ കോട്ട പിടിക്കുന്നതും. ഷാജഹാനൊക്കെ പിന്നീട് ഈ നൂർജഹാനും ജഹാംഗീർ നൂർജഹാനൊക്കെ ഉണ്ടായ കാലത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഇവിടെ ഭരണം പിടിച്ച് ഒരു പവറായിട്ട് വീണ്ടും വന്നത്. ശരിക്കും 4 തലമുറയോളം ഇവിടെ ഭരിച്ചിട്ടുണ്ട് തന്നെ പറയാം. ഓ ഇവിടെയാണല്ലേ പുള്ളി ഔറംഗസീബ് വീട്ടുതടങ്കലിലായിരുന്നു പുള്ളി. വീട്ടുതടങ്കലിൽ പുള്ളി അവിടെ നിന്ന് താജ്മഹൽ കാണാം. താജ്മഹൽ കാണാം അല്ലേ? അവിടെ കിടന്ന് നമ്മളുടെ അവസാനം ഹൗസ് എന്താ തടവരാണെങ്കിൽ ജയിലാണെന്ന് പൊങ്ങിയല്ലേ? ഇതിൻ്റെ ഒരു പണിയുടെ സ്വഭാവം കണ്ട ഷെറോക്ക അതിൻ്റെ അകത്ത് തന്നെ എഴുതിയുണ്ട് കേട്ടോ. സഞ്ചേറേരി. ഇപ്പം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും അങ്ങകലം താജ്മഹൽ കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഫോഗ് കാരണം കൊണ്ട്, മൂടൽമഞ്ഞ് കാരണം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ നിന്നാണ് വീട്ടുതടങ്കലിലായിരുന്ന ഷാജഹാൻ താജ്മഹൽ കണ്ടുകൊണ്ടിരുന്നത്. മൂത്ത മകൾ ജഹനാര എന്ന് പറഞ്ഞ ആളിൻ്റെ അതുകൊണ്ടാണ് ജഹനാര അവർക്ക് പറഞ്ഞു അതിനകത്ത് നടക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നടത്തിയത്. അതാണ് റോഷനാര എന്ന് പറയും.
हाँ ജഹനാര ഷാജഹാന്റെ മകൾ ഷാജഹാനെ ശുശ്രൂഷിച്ച് കഴിയുകയും ആഹാരം കൊണ്ടുവരിക. രണ്ട് കുഞ്ഞുങ്ങളാണ്. ഓ തീറ്റ കൊടുക്കുന്നത്. ഈ കോട്ടയുടെ പണി ഒരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ. അതായത് ഷാജഹാന്റെ കാലത്ത് കുറേ മോഡിഫിക്കേഷൻ ഇതിൽ വരുത്തി വൈറ്റ് മാർബിൾ വെച്ചിട്ടുള്ള കുറേ ഡെക്കറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ഇതിൻ്റെ സ്ഥലം തന്നെ മാറി. പിന്നെ ഇവിടെ തന്നെയാണ് കോഹിനൂർ രക്തം പതിപ്പിച്ച ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അത് ബ്രിട്ടീഷ് ടീമുകളുടെ അധിനിവേശം ഭരണം വന്നു കഴിഞ്ഞപ്പോൾ അവരൊരുപാട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോയി. അതിനുമുമ്പ് മറാത്തകളും സിഖുകാരൊക്കെ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ കൊള്ളയടി നടന്നിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ സമയത്താണ്. 1800 ആ കാലഘട്ടത്തിലാണ് ഈ കോട്ടയുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള പ്രൗഢി അവർ അതിൽ നിന്ന് തുടച്ചു മാറ്റി. അതിൻ്റെ ആ ഒരു സ്കെലിട്ടൻ മാത്രമേ ഉള്ളൂ. സ്കെലിട്ടന് പോലും ഇത്രയും ഭംഗി എന്ന് പറയുമ്പോൾ അതിന് മുമ്പുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചറോ മറ്റുള്ള കാര്യങ്ങളോ അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഏത് ലെവലായിരിക്കും എന്ന് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത പോലത്തുള്ള ഒരു ആഡംബരത്തിൻ്റെ ഒരു ഇത് തന്നെയായിരിക്കുള്ളൂ. ഈ കണ്ടോ ഇതിൻ്റെ മുറ്റത്തൊക്കെ കണ്ടോ ഈ ഇത് 1ാം നില കഴിഞ്ഞിട്ടുള്ള ഏരിയയിൽ പോലും കൃഷി കാര്യങ്ങൾ ഫൗണ്ടെയിൻസ് ഇതിങ്ങനെ ഭയങ്കര അന്നത്തെ കാലത്ത് ഒന്ന് ആലോചിച്ച് വെക്കണം. ഇലക്ട്രിസിറ്റിയോ കാര്യങ്ങളുടെയൊക്കെ ഒരു അഭാവത്തിൽ പോലും ഈ ഫൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വരണമെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു എൻജിനീയറിങ് എന്തായിരിക്കും. ഇതിൻ്റെ അകത്ത് മുഴുക്ക ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് കൃഷി എന്ന് വെച്ചാൽ വലിയ മറ്റേ പാടം പോലെയുള്ള സംഭവങ്ങളല്ല, ചെറിയ ചെറിയ പൂന്തോട്ടങ്ങളുടെ കൂടെയുള്ള അടുക്കള കൃഷി പോലെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഈ കോട്ടയുടെ അകത്ത് തന്നെ ചെയ്തിരുന്നു എന്നുള്ളതാണ് അവര്. ശരിക്കും ഇതിൻ്റെ അകത്ത് രാജ്ഞിമാർക്കൊക്കെ ഉള്ള പുറത്തധികം പോകാൻ പറ്റാത്തവർ. അവരെ സംബന്ധിച്ച് ഇതിൻ്റെ അകം ശരിക്കും ഇന്നത്തെ കാലത്ത് ഒരു 2 or 3 മാളുകളുടെ അത്രയും വലിപ്പമുള്ള അങ്കണങ്ങളും അതുപോലെ തന്നെ വാതായനങ്ങളും റെസ്റ്റിംഗ് ഏരിയയും കാര്യങ്ങളും അവർക്ക് ഹവാ മഹല് അത് ഇങ്ങനെ എല്ലാ റിക്രിയേഷണൽ ഏരിയകളൊക്കെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കംപ്ലീറ്റ് മാർബിളിൽ തീർത്ത സംഭവം കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വാതിലിൻ്റെ ഇതാണ് കേട്ടോ. ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഇവരുടെ ഒരു അടയാളം അത് ഞാൻ ഹുമയൂൺ ടോംബിലും ശ്രദ്ധിച്ചു. 6 കാലുള്ള നക്ഷത്രമാണ് ഇവരുടെ അടയാളമായിട്ട് കാണിക്കുന്നത്. ഇവർ മുഗളന്മാരാണ്, ഏകദേശം നമ്മുടെ അഫ്ഗാൻ കാബൂൾ ഭാഗത്ത് വന്നവരാണ്, അല്ലെങ്കിൽ ഇറാനികളായിട്ട് അല്ലെങ്കിൽ അറബ്സ് ആയിട്ടാണ് കൂടുതലും. ഇവർക്ക് എങ്ങനെയാണ് ഈ ജൂതന്മാരുടെ സിമ്പലായിട്ടുള്ള 6 കാലുള്ള നക്ഷത്രം ഇവിടെ വന്നതെന്നറിയില്ല. അതിന് ആദ്യം ഇവരാണോ അത് ഉപയോഗിച്ചിരുന്നത്, പിന്നീടാണോ അത് മറ്റവരുടെ ആയെന്നറിയില്ല. ഈ ഭാഗത്താണ് കേട്ടോ നമ്മുടെ താജ്മഹൽ കാണുന്ന ഭാഗം. പക്ഷെ ഇപ്പം ഈ കോട ആയതുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിൻ്റെ അകത്തുള്ള വർക്കുകൾ കണ്ടാലും മതിയാവാത്ത രീതിയിലുള്ള സംഭവം കേട്ടോ. അപ്പം പഴയ കാലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ജഹാംഗീറിന് ശേഷം ഷാജഹാൻ ഭരിച്ച് പുള്ളി അധികം അധിനിവേശങ്ങളിലും കാര്യങ്ങളൊക്കെ യുദ്ധം പിടിച്ച് നടക്കുന്നതിനേക്കാൾ ഉപരി ഒരുപാട് മോണുമെന്റ്സ് ഉണ്ടാക്കാനാണ് ശ്രദ്ധ തിരിച്ചിരുന്നത്. നമ്മുടെ താജ്മഹൽ പോലെയും റെഡ് ഫോർട്ട് അതുപോലെ ഡൽഹിയിലുള്ള ഒരുപാട് മോണുമെന്റ്സ് ചെയ്തത് ഷാജഹാന്റെ കാലത്താണ്. അപ്പോൾ അതിന് ശേഷമാണ് ഔറംഗസീബ് ഭരണം പിടിക്കുന്നത്. അപ്പോൾ ഔറംഗസീബിന്റെ ഭരണത്തിൽ അല്ലെങ്കിൽ ഔറംഗസീബിനോട് ഷാജഹാന് ശരിക്കും പറഞ്ഞ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഷാജഹാനെ തടവറയിലാക്കിയതിന് ശേഷമാണ് ഈ ഭരണം കൈയാളുന്നത്. പിന്നെ ശേഷമുള്ള ഷാജഹാന്റെ ജീവിതമൊക്കെ അറിയാലോ, ഹൗസ് അറസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് വരുമ്പോൾ അതിൻ്റെ ചരിത്രങ്ങളാണ് കൂടുതലും നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൊട്ടാരം
ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് കാഴ്ചക്കാരായ ഒരു സ്ഥലമാണ്. അത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാജഹാൻ സംഭവിച്ചത് തന്നെ ഷാജഹാന്റെ പിതാവായ ജഹാംഗീർ സംഭവിച്ചിട്ടുണ്ട്. ജഹാംഗീർ ഹൗസ് അറസ്റ്റിലേക്കൊന്നും പോയില്ലെങ്കിലും അത് നൂർജഹാനാണ് കൂടുതൽ അത് ഇടപെട്ട് ഈ ഷാജഹാനെ രാജാവാക്കാൻ താല്പര്യക്കുറവ് കാണിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തത്. പക്ഷേ ഈ മുംതാസിന്റെ പിതാവ് ഇവിടുത്തെ പട്ടാള ജനറൽ പോലത്തെ മെയിൻ ആയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ഇടപെടലും അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ യുദ്ധം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് വന്നു. അതായത് ജഹാംഗീറിന് ഈ സന്ധി ചെയ്തില്ലെങ്കിൽ, ഷാജഹാന് രാജാവാക്കിയില്ലെങ്കിൽ യുദ്ധം നേരിടേണ്ട ഗതികേട് വന്നപ്പോഴാണ് അദ്ദേഹം രാജാവാക്കിയത് ഷാജഹാനെ. അപ്പോൾ മുംതാസിന്റെ പിതാവാണ് അതിന് ചുക്കാൻ പിടിച്ചത്. അതുകൊണ്ടാണ് മുംതാസിന് ഈ ഷാജഹാനുള്ള ഇത്രയും ഒരു വിധേയത്വം തന്നെ പറയാം. സ്നേഹത്തിനേക്കാൾ ഉപരി ഷാജഹാന് മുംതാസ് തന്നെയാണ് ഒരു ചക്രവർത്തി ആവാനായിട്ടുള്ള കാരണം. അല്ലെങ്കിൽ ഷാജഹാന്റെ ജ്യേഷ്ഠനോ വേറെ ആരെങ്കിലും ഒക്കെയാണ് ആ ഒരു ഇറയിൽ വരുന്ന രാജാവ്. അതിൻ്റെയാണ് അകത്ത് കാണുന്ന തൂണുകൾ ഇങ്ങനെയുള്ള അതിൻ്റെ സിമ്പിളായിട്ട് എത്രത്തോളം ശരിയുണ്ടെന്നറിയില്ല. ഈ അക്ബർ ചക്രവർത്തി ഒരു മതം പ്രതിദാനം ചെയ്തിരുന്നു. അതായത് ലായി എന്നോ അതോ വേറെന്തോ ഒരു പേരിലാണ് ദൈവത്തിന്റെ എല്ലാ മതങ്ങളെയും സമന്വയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സിമ്പിളായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ സ്റ്റാറുകൾ എന്നാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് കേട്ടോ. എനിക്ക് എത്രത്തോളം അതിന് സത്യമുണ്ട് കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനൊരു മത സൗഹാർദ്ദമായിട്ടുള്ള ഒരു റിലീജിയൻ പ്രതിദാനം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അത് ഇന്റർകോം സിസ്റ്റം കേട്ടോ. വീടിന്റെ അകത്തുള്ള ഇന്റർകോം സിസ്റ്റം ആണത്. ഇതിങ്ങനെ പല നമുക്ക് ജസ്റ്റ് ഇവിടെ ഉള്ളവർക്ക് കേക്കണ്ട് ശരിക്കും കേക്കണ്ട്. നീ ചെവി വെക്കി ഞാൻ പറഞ്ഞു ശരിക്കും കേൾക്കുന്നുണ്ടോ? ശരി. നമ്മൾ ഈ കാണുന്ന ഈ ഒരു പോട്ടുണ്ടല്ലോ, വലിയൊരു ഇത്, അതൊരു 5-10 ആളുകൾക്ക് ഒരു അത്രയും വലിപ്പമുള്ളൊരു വലിയൊരു പാത്രമാണ്. ഇത് എന്തിനാണ് ഉപയോഗിച്ചത്? ഒറ്റക്കല്ലിൽ തീർത്താണ്. ജഹാംഗീറിന് കുളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയാണ്. അതായത് നമ്മുടെ അക്ബറിന്റെ പുത്രനായ ഒറ്റ പുത്രനായിരുന്നല്ലോ ജഹാംഗീർ. അതുകൊണ്ട് പുള്ളിക്കധികം സഹോദരങ്ങളിൽ നിന്നും രാജാവാവുന്നതിനുള്ള അടിയോ പിടിയോ വന്നിട്ടില്ല. പുള്ളി മറ്റുള്ള രാജാക്കന്മാരിൽ നിന്നാണ്, മറ്റുള്ള സുൽത്താനേറ്റിൽ നിന്നാണ് പുള്ളി യുദ്ധമൊക്കെ നേരിടേണ്ടി വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം മക്കളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാവാം ഷാജഹാനായാലും അതിനുശേഷം വന്ന ഔറംഗസീബ് ആയാലും സ്വന്തം സഹോദരങ്ങളോട് പടവെട്ടിയിട്ടാണ് ഇവിടുത്തെ ഈ ചക്രവർത്തി പദം നിലനിർത്തി പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജഹാംഗീർ കളിച്ചു കിടന്ന അങ്കണമെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള സ്ഥലമാണ് കേട്ടോ. അതിനുശേഷം അദ്ദേഹത്തിന് പലപ്പോഴും ഇവിടുന്ന് പലായനം ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും തിരിച്ചു വന്ന് മറ്റ് രാജാക്കന്മാരുടെയൊക്കെ സഹായത്തോടുകൂടി തിരിച്ചു പിടിക്കുകയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്ത് രസം എന്ന് പറയുമ്പോൾ, എത്ര മനോഹരമാണെന്ന് പറയുമ്പോൾ ഇതിന്റെ അങ്കണവും അതിന്റെ ആ ഒരു സംഭവം. ഇന്നത്തെ കാലത്ത് ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അപ്പൊ പഴയ കാലത്ത് എത്രത്തോളം മെയിൻറ്റെയിൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ എത്ര മനോഹരമായിരുന്നിരിക്കണം എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇവിടെയും ജോധാബായിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം മുറികളും പ്രത്യേകം മറകളും പ്രത്യേകം കോട്ടയും കാര്യങ്ങളൊക്കെ ഇവിടെയും ഉണ്ട് കേട്ടോ. എല്ലാ രാജ്ഞിമാർക്കും അവരുടേതായ സ്ഥാനവും അവർക്ക് വേണ്ട ബഹുമാനമൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇവിടെയും ഈ കോട്ടയിലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. ഇപ്പൊ നമ്മൾ ഇറങ്ങി വന്നത് കണ്ടോ, ആനകൾക്ക് കയറാവുന്ന രീതിയിലുള്ള സ്റ്റോപ്പിലാണ് ഇവിടുന്ന് കവാടത്തിലേക്കൊക്കെ വഴിയൊരുക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുവിധപ്പെട്ട നമ്മുടെ മുഗൾ ചക്രവർത്തിമാരുടെ എല്ലാ സംഭവം കണ്ടു തന്നെ പറയാം. നമ്മൾ റെഡ് ഫോർട്ട് തുടങ്ങി, ഡൽഹിയിലെ റെഡ് ഫോർട്ട് തുടങ്ങി, ഇപ്പൊ ഫത്തേപൂർ സിക്രി, ഇപ്പൊ ആഗ്ര ഫോർട്ട്, താജ്മഹൽ, ഹുമയൂൺസ് ടോംബ്, അങ്ങനെ അവിടെപ്പെട്ട ഒരുവിധപ്പെട്ട മുഗൾ രാജവംശത്തിന്റെ ഒരുവിധപ്പെട്ട കാഴ്ചകളൊക്കെ കണ്ടു. ഇനി അടുത്ത് നമ്മൾ പോകാൻ വന്നത് ഒരു പ്രത്യേക ഒരു സംഭവം കാണാൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ മതസൗഹാർദ്ദപരമായി അക്ബർ ചക്രവർത്തി ഒരുപാട് വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതില് പ്രധാനപ്പെട്ടതാണ് ഒന്ന് ജോധാബായി, രജപുത്ര രാജ്ഞി, ഹിന്ദു വേദൽ കൃഷ്ണഭക്തി ആയതുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് വേണ്ടി ക്ഷേത്രവും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ പുള്ളി ക്രിസ്ത്യൻ യുവതിയായിട്ടുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ യുവതിയെ വിവാഹം കഴിച്ചിട്ടുണ്ട് നമ്മുടെ ഗോവയിൽ നിന്നും. ആ രാജ്ഞിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പള്ളി, ഒരു ക്രിസ്ത്യൻ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോകുമ്പോഴാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ അക്ബറിന്റെ ടോംബുണ്ട്, അക്ബേഴ്സ് ടോംബ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ
ശരീരം ഭൗതിക ശരീരം മറവ് ചെയ്തിട്ടുള്ള സ്ഥലമുണ്ട്. അതും ഒരു വലിയൊരു കോട്ട തന്നെയാണ്. പിന്നെ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് അക്ബർ ചർച്ചും അക്ബർ ടോംബുമാണ്. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ താജ്മഹൽ കാണാൻ വന്നതിൽ താജ്മഹലിൻ്റെ പുറകിലേക്കുള്ള എല്ലാ സ്ഥലവും എനിക്ക് കവർ ചെയ്യാൻ പറ്റി. മുഗളന്മാരുടെ മിക്കവാറും ബാബറിൻ്റെയും അധികം ഇതിവിടെ ഇല്ല. ശേഷം വന്ന അവരുടെ കോട്ടകളോ കാര്യങ്ങളൊന്നും പണിതിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മോണുമെന്റ്സ് ഒന്നും ഇല്ലാത്തത്. ഹുമയൂൺസ് ടോംബ് മുതൽ ഇങ്ങോട്ട് അക്ബറിൻ്റെ ഫത്തേപൂർ സിക്രി കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ സാധിച്ചിട്ടുള്ളതാണ്.